പോകുവിൻ ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു. അത് ആ നിങ്ങൾ പോയി സേവനം ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? അതെന്താ? അപ്പം അങ്ങനെ ഞങ്ങൾ ആ അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം ആ സേവനം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കുർബാന ലത്തിൻ കുർബാന ആണെങ്കിൽ അതിന് ഏത് കുർബാന ആയാലും അതിനകത്തെല്ലാം മീനിങ് ഉണ്ട്. അപ്പം കാഴ്ച അർപ്പിക്കുന്ന സമയത്ത് തന്നെ ആയാലും അതിന് മുമ്പ് നമ്മളിങ്ങനെ ലത്തിൻ കുർബാന ആണെങ്കിൽ ലോർഡ് ഹാവ് മേഴ്സി കിരി റൈസ് എന്ന് പറയും അല്ലേ? അതിന് നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്താപം ചോദിക്കുകയാണ്, യാചന ചോദിക്കുക. അപ്പം ആ സമയത്തൊക്കെ നമ്മളെ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുക. ആ സമയത്ത് നമ്മൾ ഞങ്ങൾക്കറിയാലോ, നമ്മുടെ കുർബാനയുടെ സമയത്ത് നമ്മൾ കാൽവരിയിൽ ഈശോയോടൊപ്പം സ്വർഗം തുറന്നിരിക്കുക. സമയത്ത് തൃത്വൈക ദൈവമുണ്ട്, സ്വർഗം തുറന്നിരിക്കുന്ന വെച്ചാൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അവിടെ. മാലാഖമാരോടൊപ്പം നമ്മളും ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുക ആ സമയത്ത്. അപ്പം ഒരു ബലി അർപ്പിക്കുക, വീണ്ടും ഒരു ബലി അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നത് ആ സമയത്ത് അല്ലേ? എന്നിട്ട് അത് അവിടെ അവസാനിക്കുന്നില്ല. കുർബാന കഴിയുമ്പം ആ ശക്തിയോടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു. കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ അപ്പം മുറിക്കുകയാണ്. അപ്പം മുറിക്കുന്നതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ അതിനൊരു മീനിങ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ വേറെ, പക്ഷെ ഞങ്ങൾ പുറത്തൊക്കെ ആകുമ്പം കൽക്കട്ടയിലായാലും ഞങ്ങൾ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞങ്ങളിങ്ങനെ മുറിക്കും. അത് തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഞങ്ങൾ സംസാരിക്കത്തില്ല. വ്യാഴാഴ്ച ഞങ്ങളുടെ ഡേ ഇന്നാണ്. ആ സമയത്ത് ഞങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ്റ്റ് ഡേ ഒക്കെ അന്ന് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാതെ ഈശോയുമായിട്ട്, പിന്നെ മദറിൻ്റെ ലെറ്റർ ഞങ്ങൾ വായിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിക്കാതെ ആ അത്താഴത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അത് അപ്പം മുറിക്കലായിട്ടാണ് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൽ ഞങ്ങളെ കളയുക എന്നും പറഞ്ഞുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങളുടെ പാവങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. ഡെയിലി ലൈഫിലെ കാര്യം. അപ്പം ഞങ്ങൾക്കുള്ള ശക്തി കിട്ടുന്നത് ഞങ്ങളുടെ ആ കുർബാന എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. അപ്പം ഞങ്ങൾ അവിടെ പോകുമ്പം ആദ്യം ഞങ്ങൾ അവരെ ഗുഡ് മോർണിംഗ് എന്ന് പറയുക, അത് ഗ്രീറ്റിംഗ് ആണ്. അപ്പം അച്ഛൻ തറയിൽ വരുമ്പം അച്ഛൻ എന്താ പറയുന്നത്? കർത്താവ് നമ്മോട് കൂടെ, അങ്ങയോടും കൂടെ, അങ്ങോടും കൂടെ എന്നൊക്കെയല്ലേ പറയുന്നത്. അത് തന്നെയാണ് ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അതെ. അപ്പം അത് ഞങ്ങൾ പോയി ഞങ്ങളുടെ പാവങ്ങളോട് ആദ്യം തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് അത് ഞങ്ങളുടെ പാവങ്ങളുടെ അപ്പോസ്റ്റൽസിന് ഞങ്ങൾ അതിന് പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഗ്രീറ്റിംഗ് കൊടുക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹറിയായിട്ട് ഞങ്ങളുടെ പാവങ്ങളുടെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നുകൊണ്ട് ഞങ്ങളുടെ ഏപ്രിൽ ഇട്ടതിന് ശേഷം അവരോടും പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഇതിനൊക്കെ അർത്ഥമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കുർബാന കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവരെ കുളിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ആ സമയത്ത് ഈ നമ്മൾ ലോർഡ് ഹാവ് മേഴ്സി എന്ന് പറയുന്നില്ലേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ എന്ന് പറയുന്നതിൻ്റെ അത് തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ പാവങ്ങളൊക്കെ നമ്മൾ കഴുകിക്കളയാം. അത് തന്നെയാണ് ഞങ്ങൾ അവരുടെ വ്രണങ്ങളും അവരുടെ മണവും ഒക്കെ അവരെ കഴുകിക്കളയുകയാണ്. അപ്പം അതും ആ കുർബാനയുടെ ഭാഗം ഞങ്ങൾ ഇങ്ങനെ ഫുൾഫിൽ ചെയ്യുക. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, അതും ഭക്ഷണം കൊടുക്കും. അപ്പം ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഇതും ഒരു കുർബാനയുടെ ഭാഗമാണ്. ഞങ്ങൾ കൊടുക്കുന്നത് വെറും അപ്പം മാത്രമല്ല, ഞങ്ങൾ ഈ ബാഹികമായിട്ടുള്ള അപ്പം മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത്, അത് ആത്മീയമായിട്ടായിരിക്കണം. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് അത് ദൈവം തന്ന ആ നന്മയാണ്. അപ്പം അതും ഞങ്ങൾ അങ്ങനെ കൊടുക്കുമ്പം അവർക്കും തൃപ്തിയാകും, ഞങ്ങളും ആത്മീയമായിട്ട് വളരെ ശക്തി കിട്ടുക. അതാണ് ഞങ്ങളുടെ ജീവിതം. പിന്നെ ഉച്ചയ്ക്കായാലും ഭക്ഷണം കൊടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. കളയാൻ പാടില്ല, ഞങ്ങൾ കളയത്തില്ല. അതുതന്നെയാണ്
അത് തന്നെയാണ് നമ്മുടെ കുർബാനയുടെ കഴിഞ്ഞാലും. കുർബാന കഴിയുമ്പം തിരുവോസ്തി അച്ഛൻ എവിടെ കൊണ്ടുവയ്ക്കുന്നത്? സക്രാരി കൊണ്ടുവയ്ക്കുന്നത്. അപ്പം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും. ഞങ്ങൾ ഡിഷൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. അച്ഛൻ കൊണ്ടുവയ്ക്കുന്നത് സക്രാരിയിൽ. അപ്പോൾ ഇതൊക്കെ മീനിങ് ഉണ്ട്, അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതം വോവൺ വിത്ത് ദി യൂക്കറിസ്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ സേവനം കൊടുക്കുന്നതല്ല. സേവനം കൊടുക്കാൻ മദർ തെരേസ ഞങ്ങളോട് എപ്പോഴും പറയുന്നു, മക്കളെ ഞങ്ങളെ ചിൽഡ്രൻ എന്ന് വിളിക്കുമായിരുന്നു മദർ തെരേസ. ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് അല്ല. നമ്മൾ ഹാർട്ട് ഫുൾ ഓഫ് ലവ് ആൻഡ് ദാറ്റ് ഹാവ് ടു ഗീവ് കം ത്രൂ ദ ഹാൻഡ്സ്. വിത്ത് ദാറ്റ് ഹാർട്ട് ഫുൾ ഓഫ് ലവ് ഗിവിങ് ത്രൂ ദ ഹാൻഡ്സ് and that is we are giving Jesus to them. So this is all Mother Teresa, and we have to be Mary and Martha. മാർത്ത ഉണ്ടല്ലോ, മേരി ഉണ്ടല്ലോ, ദാസറിൻ്റെ സഹോദരങ്ങൾ. മാർത്ത എപ്പോഴും ഈശോയോട് ഗ്രംബിൾ ചെയ്തില്ലേ, പ്രവർത്തില്ലേ, അവളോട് പറ, മേരോട് പറ എന്നെ വന്ന് സഹായിക്കാനെന്ന്. അപ്പം അവളും ചെയ്യുന്നതും ഈശോയ്ക്ക് വേണ്ടിയിട്ട്, മേരി ചെയ്യുന്നതും ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഈശോ എന്താ പറയുന്നത്? ഇവളാണ് നല്ല യഥാർത്ഥമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇവളെന്നെ എൻ്റെ അടുത്തിരുന്നു കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണ്, അല്ലേ? അവളെന്നെ സ്നേഹിക്കുകയാണ്. അപ്പം മേരി ഹാസ് ഡൺ ദ ബെറ്റർ പാർട്ട്. അപ്പം മദർ തെരേസ പറയുന്നത് മേരിയും മർത്തായും ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചത്ത് പണിയെടുക്കുന്നത്, അല്ലേ? അപ്പം ഞങ്ങൾ ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടംപ്ലേറ്റീവ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ കണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സ് മേരിയാണ്. അപ്പം ഞങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ളവർ മേരിയും മർത്തായും ആയിരിക്കണം. കാരണം ഞങ്ങൾക്കിങ്ങനെ എപ്പോഴും ഈശോയുടെ താഴെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ രോഗികളൊക്കെ മരിച്ചു പോകും, അല്ലേ? അപ്പം ആ ശക്തി ഞങ്ങളെടുത്തുകൊണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളത് മാർത്തായുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട്, അപ്പം മേരിയും മാർത്തായും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു സോഷ്യൽ വർക്കർ ആകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ മദർ തെരേസ പറയുമായിരുന്നു, നമ്മൾക്ക് പ്രാർത്ഥന, വർക്ക് പ്രാർത്ഥന, വർക്ക് തന്നെ ആകുമ്പോൾ നമ്മൾ സോഷ്യൽ വർക്കറാവും. അതല്ല ഞങ്ങളുടെ ജീവിതം. അപ്പം ഞങ്ങൾക്ക് 4 വ്രതമുണ്ട്. മറ്റുള്ള കോൺഗ്രിഗേഷനിൽ 3 വ്രതമേ ഉള്ളൂ. ഞങ്ങൾ ലോകത്തിൽ ഈ സഭയിൽ ഒരു സഭ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ സഭ മാത്രമേ ഉള്ളൂ 4 വ്രതമുള്ളത്. ഞങ്ങൾ 4ാമത്തെ വ്രതം പാവങ്ങളിൽ പാവപ്പെട്ടവരെ പൂർണ്ണ ഹൃദയത്തോട് അവർക്ക് ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫ്രീ സർവീസ്, പൈസയൊന്നുമില്ല, അത് ഫ്രീ സർവീസ് ടു ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ. ഇതാണ് ഞങ്ങളുടെ 4ാമത്തെ വ്രതം. അപ്പം ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഡെയിലി ജീവിതം. അപ്പം അത് അവസാന ദിവസം വരെ ഞങ്ങൾ ഈശോയുടെ കൂടെ ആയിരിക്കണം. അപ്പം വൈകുന്നേരം ഞങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് വന്ന് പറയും, താങ്ക് യു പറയും. അതാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തുടങ്ങി, രാവിലെ എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം കുർബാനയുണ്ട്. അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം പിന്നെയും ആരാധനയുടെ മുമ്പിലിരിക്കും. 6 മണി തുടങ്ങി 7:30 വരെ. 6 മണിക്ക് ഞങ്ങൾക്ക് പ്രീവെയറുണ്ട്. പിന്നെ 1 മണിക്കൂർ എന്നും ഞങ്ങൾക്ക് ആരാധനയുണ്ട്. അപ്പം അതിലൂടെ ഞങ്ങളുടെ ദിവസം ക്ലോസ് ചെയ്യുക. കാരണം ഞങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യൂക്കറിസ്റ്റിൻ്റെ സഹായത്തിലൂടെയാണ്. അപ്പം അവസാനം ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ ദിവസം ക്ലോസ് ചെയ്യുന്നത്. അവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, ഉല്ലാസമുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, 9 മണിക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതാണ് നൈറ്റ് പ്രയർ. ഇതാണ് ഞങ്ങളുടെ ജീവിതം. അപ്പം മദർ തെരേസയ്ക്ക് കിട്ടിയിരിക്കുന്ന ശക്തി ഇതാണ്, വേറൊന്നുമല്ല. മദർ തെരേസ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മദർ തെരേസ കുട്ടിയായപ്പോൾ തന്നെ മദർ ഒരു വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു ഈശോയോട്. ഐ വിൽ നോട്ട് റെഫ്യൂസ് എനിത്തിങ് ടു ജീസസ്. ഞാൻ ഒന്നും ഈശോയോട് നിരസിക്കില്ല. ഇതാണ് മദർ തെരേസയുടെ ജീവിതം. അപ്പം അതുകൊണ്ടാണ് ഈശോ മദർ തെരേസയെ ചെറുപ്പം തുടങ്ങി ഒരുക്കുകയായിരുന്നു ഈശോയുടെ ദാഹം ക്ഷമിപ്പിക്കുവാനായിട്ട്. മദർ തെരേസയെ
അപ്പം മദർ തെരേസ വേറൊരു കോൺഗ്രിഗേഷനിലായിരുന്നു, അതറിയാമല്ലോ, ലോററ്റോ കോൺഗ്രിഗേഷനിലായിരുന്നു. അപ്പം മദർ അവിടെ നിന്ന് ഡാർജിലിംഗിലേക്ക് ധ്യാനത്തിന് പോകുന്ന സമയത്താണ് ഈ ഐറ്റസ്റ്റ് എന്നുള്ളൊരു മാറ്റൊലി മദർ കേട്ടത്. എനിക്ക് ദാഹിക്കുന്നു. അപ്പം തുടങ്ങിയതാണ് മദറിന് ഒരു വോൾക്കാനോ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് പിന്നെ ഈശോ മദറിനെ ഒരുക്കുകയായിരുന്നു ടു ഹാവ് എ കോൾ വിത്തിൻ എ കോൾ. കാരണം വിളിയുടെ ഉള്ളിൽ നിന്നൊരു വിളി. മദർ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ലോററ്റോ കോൺഗ്രിഗേഷനിൽ. അവിടെ നിന്നും വേറൊരു സഭ സ്ഥാപിക്കാനായിട്ട് ഈശോ ഒരുക്കുകയായിരുന്നു മദറിന്. അങ്ങനെയാണ് മദർ. എന്നിട്ട് പിന്നെ ഈശോ മദറിന് 3 വെളിപാടുകൾ കൊടുക്കുക. അത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ടല്ലോ ഈശോ, മാതാവും ഉണ്ട്, പിന്നെ പാവങ്ങൾ ഇങ്ങനെ കൈവരിച്ചുകൊണ്ട് ചോദിക്കുക മദറിനോട്, വരൂ ഞങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഈശോയും പറയുന്നത്, എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, അവരുടെ ചാരികളിലേക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ നീ എന്നെ കൊണ്ടുപോകണം. നീ കം ബി മൈ ലൈറ്റ്, നീ വന്ന് എൻ്റെ പ്രകാശമായിരിക്കുമോ, അവരിലേക്ക് എന്നെ കൊണ്ടുപോകാം, എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈശോ എപ്പോഴും ചോദിക്കുകയായിരുന്നു. പിന്നെ അപ്പം പാവപ്പെട്ടവരും ചോദിക്കുകയാണ്. പിന്നെ മാതാവും പറഞ്ഞു മദറിനോട്. അപ്പം മാതാവും പറഞ്ഞുകൊണ്ട് മദറിനോട് യാചിക്കുകയായിരുന്നു. ഞങ്ങളുടെ സഭ ആരംഭിച്ചത് മാതാവിൻ്റെ പ്ലീഡിങ്, അപേക്ഷ കൊണ്ട് യാചിക്കുകയായിരുന്നു ടു സ്റ്റാർട്ട് ദ കോൺഗ്രിഗേഷൻ. പിന്നെ ഈശോ പറയുന്നു, ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മ ചോദിച്ചു, അവരും ചോദിക്കുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങളിൽ പാവപ്പെട്ടവർ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, നീ ഇത് നിരസിക്കുകയോ. അപ്പം ഈശോ മദർ തെരേസ പറയുന്നത്, ഈശോ പോയി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുകയും എനിക്കതിന് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദർ. അപ്പം അങ്ങനെയൊക്കെ കുറേ ഈശോയുമായിട്ട് കുറേ കൺവെർസേഷനൊക്കെ ഉണ്ട് മദറായിട്ട്. അങ്ങനെയാണ് മദർ. അപ്പം പിന്നെ മദർ പിന്നെ ഈശോ ആയിട്ട് കുറേ കൺവെർസേഷനൊക്കെ ഉണ്ട്. നിന്റെ മടി ഇങ്ങനെ ഒരു റിഫ്യൂസൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സഹിച്ചത് നീ സഹിച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് എൻ്റെ വേദന അറിയാൻ പാടില്ലാത്തത്. ഇങ്ങനെയൊക്കെ ഈശോയും മാതാവും ഒക്കെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബുക്കുണ്ടാവും അനുസരിച്ചുള്ളതായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സഭാനുഭവം. അപ്പം ഞങ്ങൾക്ക് ശക്തി കിട്ടുന്നത് യൂക്കറിസ്റ്റാണ്. ഞങ്ങൾ മദറിപ്പം ഏത് സ്ഥലത്ത് ഞങ്ങൾക്ക് പുതിയ സക്രാരി തുറക്കാനായിട്ടുണ്ടെങ്കിൽ പുതിയ മദറുള്ള സമയത്ത് തന്നെയായാലും, അപ്പം മദർ ആദ്യത്തെ ക്വസ്റ്റ്യൻ മെത്രാന്മാരോട് ചോദിക്കുന്നത്, എൻ്റെ സിസ്റ്റേഴ്സിന് ഒരു അച്ഛനെ കിട്ടാനായിട്ടുണ്ടോ, കുർബാന എത്തിക്കാനായിട്ട് ചാൻസ് കിട്ടുമോ, അല്ലെങ്കിൽ കുർബാന ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോകത്തില്ല. കാരണം അത്രയ്ക്ക് പ്രാധാന്യമായിരുന്നു കുർബാന. ഇപ്പോഴും ഞങ്ങൾക്ക് കുർബാന ഇല്ലാതെ ഞങ്ങൾ വരത്തില്ല. ഇപ്പം ഈ ദിവസങ്ങളിലായാലും ഞങ്ങൾ കോൺവെൻറ്റിലാവുമ്പം ഞങ്ങൾ മിസ് ചെയ്യത്തില്ല. ആരാധനയൊന്നും ഞങ്ങൾക്ക് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഈശോയുടെ മുമ്പിലിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ദിവസങ്ങൾ ഞങ്ങളിവിടെ വന്നതുകൊണ്ട് ഞങ്ങളൊരു ത്യാഗം ചെയ്യുകയാണ്. കാരണം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, എന്താ ഈ ഡോൺ ബോസ്കോയുടെ കൊച്ചിന് പറഞ്ഞില്ലേ, അതാ പറഞ്ഞത്, ഇപ്പം ഞാൻ ഈശോ എന്നെ വന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ വന്ന് വിളിക്കുന്ന സമയത്ത് ഈശോ വന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണ് അല്ലേ. അപ്പം ഇതായിരിക്കും ഞങ്ങളിപ്പോൾ ഈശോയോട് ഇപ്പോൾ ഈശോ ഞങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്. ഇനി 4 ദിവസം മാത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പക്ഷേ ഇത് ഞങ്ങൾക്ക് വളരെ ത്യാഗമാണ്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്കും ആ സമയം ഈശോയുടെ അടുത്തിരിക്കുവാനായിട്ട് പറ്റുന്നില്ലെങ്കിലും, പക്ഷെ കുർബാനയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 5 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. അത് ഇടപെട്ട് ഇങ്ങനെയാണ്. അതെ. അങ്ങനെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പ്രാർത്ഥനകളുണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പം ആ പ്രാർത്ഥനയും ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം
നമ്മുടെ ഒരു ഞരമ്പ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവനുണ്ടാവോ? അത് ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ മാത്രമേ ആ രക്തം നിൽക്കുകയുള്ളൂ അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റി പ്രെയർ മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം കുറേശ്ശെ ശോഷിച്ചു പോവുക. ഇതാണ് ഞങ്ങൾക്ക് ദിവ്യാരണത്തിനുള്ള ബന്ധം. ബ്രദറിൻ്റെ പേര് ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിയാറായി ഞങ്ങൾ. ബ്രദറിൻ്റെ പേരെന്താ? അതെ, ബ്രദറിൻ്റെ പേരെന്താ? പേര് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്, അതായത് നമ്മുടെ സാധാരണ നമ്മുടെ ഒരു എന്തായാലും എന്തൊരു ജോലിയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രൊഫഷനാണെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്തല്ലോ. ആ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ഈശോയുടെ അടുത്ത് പോയി പറയേണ്ടത്. നമ്മൾ വേറെ ആരോട് പോയി പറഞ്ഞാലും നമ്മൾക്കതിന് ആ ശക്തി കിട്ടത്തില്ല. ഈശോയുടെ അടുത്ത് പോയി പറയണം. ചില സമയത്തുണ്ടല്ലോ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് എന്തെങ്കിലും സഹനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചില സമയത്ത് കിട്ടാൻ പോകുന്നില്ല അവിടെ നിന്ന്. പക്ഷെ എനിക്കറിയാം ഈശോ എനിക്ക് ശക്തി തരും. അപ്പോൾ ഈശോയുടെ അടുത്ത് വെറുതെ പോയിരിക്കും. ഈശോ കാണുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പോയി എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഈശോയ്ക്കറിയാലോ. എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഈശോ തരും. ഇതൊക്കെ കുറേ നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ചിരിക്കും. നമ്മുടെ കൺവിക്ഷൻ വേണം. ഇപ്പം ഒരു ക്രീപ്പർ ആ ട്രീയുടെ ഇതിന് അല്ലെങ്കിൽ ഒരു ശാഖ, മുന്തിരിയുടെ ശാഖ, അത് ആ മുന്തിരിയുടെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവൻ ഉണ്ടാകത്തില്ലല്ലോ. കാരണം അതിൻ്റെ ആ സാപ്പ്, അതിൻ്റെ ആ പശ അതിൻ്റെ ഫുഡാണ് അല്ലേ? അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെയാണ് ഞാനും ഈശോയുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഈശോയാണ് പയൻ, ഞാനതിൻ്റെ ശാഖകൾ, നമ്മളതിൻ്റെ ശാഖകളാണ്. അപ്പം ഇത് നമ്മുടെ ബലഹീനതകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അതൊക്കെ വരണം. എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഈ സോഫ്റ്റ് വേസ് ഉണ്ടാകത്തില്ല. പാറകൾ വേണം, കല്ലുകൾ വേണം, മുള്ളുകൾ വേണം. എന്നാൽ മാത്രമേ നാം ഈശോയെ മാത്രമായിട്ട് അത്രയ്ക്ക് മയക്കപ്പെട്ട് ജീവിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് എപ്പോഴും സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും കുറച്ച് വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വീഴുക. കാരണം എല്ലാം സോഫ്റ്റായി പോകുന്നു. അപ്പം എനിക്ക് വേറെ ഒരു സന്തോഷമാണ്. ഞാനിപ്പം വേറൊരു ലോകത്തായിരിക്കും. പക്ഷെ എനിക്ക് ആ ഈശോയുടെ ആ ത്യാഗബലിയോട് ഉള്ള ഐക്യം എന്നിൽ നിന്നും പോവുകയാണ്. കാരണം ഞാൻ എപ്പോഴും സോഫ്റ്റായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ആ ഈശോയുടെ ആ വേദനയോട് ഞാൻ ഐക്യമായിട്ട് ജീവിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹനം മതി കൊളാപ്സ് ചെയ്യും. അത് പിന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാക്കി തീർക്കും. ചില ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഡ്രൈനെസ് ഉണ്ടാകണം. നമ്മൾ ഫോൾ ചെയ്യും, നമ്മൾ വീഴും. പക്ഷേ അവിടെ കിടക്കരുത്. ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് വേണ്ടത് മാതാവും ഈശോയുമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് സന്യാസ ജീവിതത്തിൽ അർത്ഥമില്ല. അപ്പം നമുക്ക് വേണ്ടത് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയണം. ഇപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ക്ലേശങ്ങളിലും എല്ലാത്തിലും ഒരു ബാലൻസ് ആകണം. അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രം മതി. അപ്പം അത് അർത്ഥം ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ഈശോയുമായിട്ട് എല്ലാം സഹിച്ചിട്ടുണ്ടെങ്കിലോ, സഹനമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സഹനത്തിലൂടെയാണ് എനിക്ക് ശക്തി കിട്ടിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്തതാണ്, 15 വയസ്സിൽ. അപ്പം എൻ്റെ
അപ്പനും അമ്മയ്ക്കൊന്നും അത്രയ്ക്കും എയർലി ജോയിൻ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ അപ്പന്. അവർ പറയുമായിരുന്നു ഇനിയും പഠിക്കുക, നല്ലപോലെ പഠിക്കുക, എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പിന്നെ നീ നോക്കിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞു ഈശോനെ വിളിക്കുമോ, ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ യങ്ങസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ അത്രയ്ക്കും സ്നേഹത്തിലിങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിമാരുടെയൊക്കെ, മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ജനിച്ചിട്ട് പോലില്ല. രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ കുഞ്ഞു കൊച്ചാണെന്നെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം തുടങ്ങി എൻ്റെ ബ്രദറിലോസ് പോലും എന്നെ ഒരു കളിപ്പാട്ടം പോലെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. അപ്പം നമ്മളോട് ഇങ്ങനെയൊക്കെ വരുമ്പം തിരിയാൻ പറയാൻ തിരിഞ്ഞു. നമ്മൾ അത്രയ്ക്കും ഇന്നസെൻ്റ് ആയിരുന്നല്ലോ. പക്ഷേ അപ്പോൾ പിന്നെ നോവിഷ്യത്തിലൊക്കെ വരുമ്പം വീട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി വരുന്ന ആ സമയത്ത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾക്ക് അത്രയ്ക്കും ഇപ്പം അമ്മയില്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട് എന്നെ തലോളി അതായത് ഒരു കൊഞ്ചിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് കുറച്ച് ദേഷ്യത്തോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവർ പറയും അമ്മ ആളൊന്നും ചെയ്യരുത്, അത്രയ്ക്കും സ്നേഹത്തോടെ. അപ്പം ഇവിടെയൊക്കെ വരുമ്പം ഒരു ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വളരെ ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പിന്നെ ദൈവം എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതിലൂടെയൊക്കെ ഞാൻ തരണം ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് മേലധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവർ എന്നോട് പറയുമായിരുന്നു, ഇല്ല നീ ചെറുതായിരുന്നു. എൻ്റെ ഗ്രൂപ്പിലായാലും ഞാൻ ചെറുതായിരുന്നു, വയസ്സിന് അത്രയ്ക്കും ചെറുതായിരുന്നു. അപ്പം നീ ചെറുതായാലും നിനക്ക് പ്രായപൂർത്തിയുള്ള ഒരു ഇതായിട്ടാണ്, ഞാൻ മെച്ചൂറാണ്. പക്ഷെ ചിലവർ അങ്ങനെ കണക്കാക്കത്തില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാനും കൊച്ചുണ്ണീശോയുടെ പോലെ തന്നെയാണ്. കൊച്ചുണ്ണീശോയുടെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം നൊവേനുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ആ ചെറിയ നൊവേന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറയും, ഈശോയെ ഞാനും അങ്ങയെപ്പോലെ മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ 32 വർഷം കൂടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഞാനും അങ്ങയുടെ പോലെ കുഞ്ഞാണ്, എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ അമ്മ പഠിപ്പിച്ചു എങ്ങനെയാണെന്നൊക്കെ, അപ്പം എന്നെയും പഠിപ്പിച്ചു തരണം. എനിക്കിപ്പം ദൈവവിളി ഉണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തി തരണം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വളരെ ബുദ്ധിമുട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ആ സമയത്ത് നോവീസായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവുക, ഞാൻ മദറിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു. മദർ തെരേസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മദറിൻ്റെ അടുത്ത് പോയി പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോവുക. തൻ്റെ കമ്പാനിയൻസ് തന്നെ വന്ന് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ വീട്ടിൽ പോവുക, കാരണം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരൊക്കെ ഇട്ടുകൊണ്ട് അവരെന്നെ അനുവദിച്ചില്ല പോകാനായിട്ട്. ഞാൻ മദറിൻ്റെ മുറിയിലടുത്ത് വന്നതാണ്. അപ്പോൾ അവർ ഇട്ടുകൊണ്ട് ഞാൻ അവരുടെയൊക്കെ കൈയൊക്കെ മാറ്റി പിടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാപ്പലിൽ പോയി. ചാപ്പലിൽ പോയിക്കൊണ്ട് കൊച്ചുണ്ണീശോയുടെ നൊവേന ചെല്ലുക. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ യാചിച്ചു, ഈശോയ്ക്ക് എന്താ വേണ്ടത്? ഞാനിവിടെ നിൽക്കണോ? ഇവിടെ നിൽക്കണമെങ്കിൽ നല്ലപോലെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ വന്ന വഴി പോലെ തന്നെ നല്ലപോലെ സന്തോഷമായി ഞാൻ പോയിക്കൊള്ളാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് തരണം, ഞാൻ നല്ലപോലെ ഒരു കന്യാസ്ത്രീയായി ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. അപ്പോൾ എനിക്കൊരു മെസ്സേജ് തരാൻ പറഞ്ഞു. എന്നിട്ട് ഇത് കൽക്കട്ടയിലാണ്, മദ്രാസിൽ. അപ്പം ഈശോ എനിക്കത് തന്നറിയാവോ? ഈശോ എനിക്കൊരു മെസ്സേജ് തന്നു, എന്നറിയാവോ? ജെറമായ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. I know you are very young. I will make you strong. I know before you were born, I know you through and through. And then ഇത് 4 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം സേ നോട്ട് യു ആർ യങ്. അപ്പം ഇതായിരുന്നു. അപ്പം ഈശോ എനിക്ക് കൺഫേം തന്നതാ ആ വാക്കുകൾ. ഇതിനുവേണ്ടി ഒത്തിരി നാൾ പ്രാർത്ഥിച്ചായിരുന്നു, ഒരു ഇത് ആൻസർ കിട്ടാൻ.
ആ സമയത്ത് ഞാൻ ഇൻസ്റ്റൻ്റലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ബൈബിളെടുത്ത് വായിച്ചപ്പം എനിക്ക് കിട്ടിയത് ആ മെസ്സേജാണ്. എന്നിട്ട് ആ മെസ്സേജ് പിന്നെ ഞങ്ങൾ ജൂനിയറേറ്റ് നമ്മൾ വ്രതം എടുത്തു. പിന്നെ ആ മെസ്സേജ് ഞാൻ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് ഞാൻ ഈശോയോട് പിന്നെയും പറഞ്ഞു, ഈശോയെ ഞാൻ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് എന്നെ അങ്ങൊന്ന് കാണിച്ചു തരണം, എനിക്ക് ഒക്കേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് പോകണം. അതിനുശേഷം കാരണം നിത്യവ്രതം എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അവസാന സ്റ്റെപ്പാണ്. അതിനുശേഷം എനിക്ക് വീട്ടിൽ പോകാൻ ആവശ്യമില്ല. ഇതിനു മുൻപ് അങ്ങനെ കാണിച്ചു തരണം. എന്നിട്ട് ആ സമയത്തും ഈ ഭാഗം തന്നെ എനിക്ക് കിട്ടിയത് ജെറമ്യായ പ്രവാചകൻ്റെ പുസ്തകം. അത് ആ സമയത്ത് റോമിലായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു വ്രതവാഗ്ദാനം എടുക്കാനായിട്ട്. എനിക്ക് കിട്ടിയ അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നു വ്രതം എടുക്കാനായിട്ട്. അപ്പം ആ സമയത്തും ഈശോ കൺഫേം തന്നത് ജെറമ്യായുടെ സുവിശേഷം. അത് ഞാൻ അറിയാതെ തന്നെ ഇൻസ്റ്റൻ്റിൽ കിട്ടുന്നതാണ്. അപ്പം അതെ, അങ്ങനെയാണ് ദൈവം. അപ്പം അതിലൂടെയാണ് ദൈവം ഈശോ നമുക്ക് ശക്തി തരുന്നതും നമ്മുടെ വഴി നടത്തുന്നതും. അപ്പം എനിക്കത് കൺഫേം ആയി, ഇതാണ് എൻ്റെ വൊക്കേഷൻ എന്ന്. അതിന് ശേഷം ഇതൊരു ഏട്ടം ഞാൻ നോക്കിയിട്ടില്ല, പ്രഘോഷത്തേക്ക് നോക്കിയിട്ടില്ല. ഇപ്പോഴും ശക്തമായിട്ടിരിക്കുന്നു. അപ്പം കൊച്ചുണ്ണീശോയോട് എനിക്ക് വളരെ വളരെ ഭക്തിയുണ്ട്. കാരണം നമ്മളെല്ലാവരും ഈശോയുടെ മുമ്പിൽ എത്ര വയസ്സായാലും ഈശോയുടെ മുമ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കൊച്ചുണ്ണീശോയെ എനിക്ക് നമ്മളെ എപ്പോഴും നമ്മളെ കാത്തിരിക്കുക, നമ്മൾ ഒന്ന് യാചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ആ കുഞ്ഞിൻ്റെ രൂപം എടുത്താൽ മാത്രമേ ദൈവം ഈശോ നമ്മളെ രൂപാന്തരിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ. ഇപ്പോൾ സിസ്റ്റർ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, അതായത് ഈ ട്രൈനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഈ ട്രൈനസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനെ സാധാരണ ഇപ്പോൾ ഇന്നത്തെ ഗതിയിൽ സാധാരണക്കാരായ എല്ലാവരും നമ്മൾ എപ്പോഴും ഒരു പകുതി കൂടുതൽ മനസ്സ് എപ്പോഴും ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങളിങ്ങനെ മുഴുകിയിരിക്കുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ കൊണ്ട് പോകുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അതിൽ നിന്ന് മാറി കർത്താവിനെ ആരാധിക്കാനും പിന്നെ കർത്താവിനെ ശുശ്രൂഷ നടത്താനും ആണ്. ടോട്ടലി ആ ലോകത്തിൻ്റേതായ ടോട്ടലി മാറി അല്ലേ. അതാണ് സിസ്റ്ററിനെ ഈ വീണ്ടും കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു താഴോട്ട് പോകാതെ മേലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെ, ഇത് തന്നെയല്ല നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് ഓയിലുണ്ട്. ഓയിൽ ലാമ്പ് ഇപ്പം മദർ തെരേസ എന്നും ഞങ്ങളോട് പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ സക്രാരിയിൽ നമ്മൾ ലാമ്പ് കത്തിക്കുമല്ലോ, ഓയിൽ ലാമ്പ് കത്തിക്കും. ആ ഓയിൽ ലാമ്പ് കത്താനായിട്ട് എന്താ വേണ്ടത്? ഓയിൽ വേണം. ഓയിലില്ലെങ്കിൽ അത് കത്തത്തില്ല. അപ്പം ആ ഓയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസമായ ജീവിതമാണ്. ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിശ്വാസം പാലിക്കണം. അപ്പം ഞാൻ ആ ചെറിയ കാര്യങ്ങൾ ഞങ്ങളുടെ മദർ വലിയ കാര്യങ്ങളല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മദർ തെരേസ ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തത പാലിക്കണം. ഇതാണ് നമ്മൾക്ക് ആ ഓയിൽ തരുന്നത്. അപ്പം എന്നാൽ മാത്രമേ ആ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈബിളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുന്നവന്. അതെ, അപ്പം അതെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലാമ്പ് നല്ലപോലെ കത്തിക്കാനുള്ള ആ ഓയിൽ നമുക്ക് കിട്ടുന്നത്, ശക്തിയും കിട്ടുന്നത്. ശരി, അത് ഭയങ്കര ഒരു കാര്യം. കാരണം ചെറിയ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യും, ശ്രദ്ധിക്കത്തില്ല. അതെ. ചെറിയ കാര്യങ്ങളാണ് പാലിക്കാൻ ഏറ്റവും. അതെ. കാരണം ഇപ്പം മദർ തെരേസ ആയാലും ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, ഡസ്റ്റ്ബിൻ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഇതും പീൽസൊക്കെ അവിടെ കൊണ്ടുപോയിടും. അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റൊക്കെ ഉണ്ടാവും. അതാരും നോക്കത്തില്ല.
അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാരും നമ്മളൊക്കെ നടന്നു പോവുക, പക്ഷെ താഴെ കിടക്കുന്നത് നമ്മൾ കാണത്തില്ല. ഒന്ന് കുനിഞ്ഞ് അത് എടുത്ത് ആ ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത് തന്നെ വളരെ ഒരു ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അത് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. അത് തന്നെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തതും. കൊച്ചു ത്രേസ്യ പുണ്യവതിയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം മദർ തെരേസയുടെ പേട്രനും കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ്. അപ്പം ഞങ്ങൾക്കൊരു ബുക്കുണ്ട്, 2 lives but 1 vocation. മദറിൻ്റെ ജീവിതം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിതവും കുറേ കാര്യങ്ങൾ താരതമ്യം ചെയ്യാൻ സാധിക്കും നമുക്ക്. കാരണം അവർ രണ്ടുപേരും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ അത്രയ്ക്കും സ്നേഹമായിട്ട് ചെയ്യുക. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. അങ്ങനെ തന്നെ നമുക്ക് പിന്നെ ആത്മാക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെ. അങ്ങനെയാണല്ലോ കൊച്ചു ത്രേസ്യ പുണ്യവതി മിഷൻ ആ കോൺവെന്റിൽ നിന്ന് പുറത്തു പോകാത്ത ആള് മിഷന്റെ മധ്യസ്ഥയായി. എങ്ങനെയായത്? ആ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മിഷനറി അതെ കൊച്ചു ത്രേസ്യ പുണ്യവതി അതെല്ലാം മിഷന് വേണ്ടിയിട്ട് അർപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അതുതന്നെയാണ് മദർ തെരേസയും. മദർ കാരണം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, കാണാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് നമ്മളെ ഈ ഒരു മിഷനിലോട്ട് വന്ന തന്നെ നമ്മളെ പ്രേരിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അവരെ ആദ്യമായിട്ട് കണ്ട കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് മദറുമായിട്ട്. മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ മദറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മദറുമായിട്ടിങ്ങനെ നോക്കുമ്പോൾ ആ മദറിൻ്റെ കണ്ണ് പ്രകാശം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുക എപ്പോഴും മദർ തെരേസയുടെ. കാരണം മദർ തെരേസ എപ്പോഴും ഈശോയോട് ഐക്യപ്പെടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മദർ തെരേസയൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിലൊക്കെ ഇങ്ങനെ കയറി താഴെ കയറി മുകളിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ ഫാസ്റ്റാണ് പുള്ളിക്കാരി പോകുന്നത്. അതൊക്കെ എനിക്ക് വളരെ പ്രചോദനങ്ങൾ തന്നിട്ടുണ്ട്. ഒരു വലിയൊരു ഇതാണ് തന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. കാരണം മദർ തെരേസയുടെ അത്രയ്ക്കും വയസ്സായിട്ടും ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലെയാണ് ഓടിച്ചാടി നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈശോയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ആ ശക്തി കൊണ്ടാണ് മദർ തെരേസ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിലും കുറേ പ്രോത്സാഹനങ്ങളും മാതൃകകളും ഒക്കെ മദറിൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മദറിനെ കാണുമ്പോൾ മദറിൻ്റെ ആ പ്രവൃത്തികളാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ചാപ്പലിരിക്കുക. ഞങ്ങളുടെ മദർ ഹൗസ് ചാപ്പൽ വലിയ ചാപ്പലാണ്. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾ 200 കൂടുതൽ 300 നോവീസസൊക്കെ ഉണ്ട്. പിന്നെ പ്രൊഫസർ സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ധ്യാനത്തിന് വേണ്ടി ഇരിക്കുക, മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക രാവിലെ. അപ്പം ഞാനിങ്ങനെ വെറുതെ മദറിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് മെഡിറ്റേഷന് വേണ്ടി പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ഇരിക്കുന്ന സമയത്ത് മദറിൻ്റെ നോക്കിയപ്പം മദർ എങ്ങനെയാണാവോ അത് കുറേ പേരുണ്ട് ഞാൻ മദറിൻ്റെ ദൂരെ ഇരിക്കുന്നത്. പക്ഷെ മദർ എങ്ങനെ ഇരിക്കും, ഞാനിങ്ങനെ പോസിറ്റായിട്ടിരിക്കുക. അപ്പം മദർ എൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയാണോ മദർ എന്നെ കണ്ടത്? പക്ഷെ അതൊക്കെ ദൈവത്തിൻ്റെ ആ ചൈതന്യമുള്ള ആൾക്ക് അറിയാൻ പറ്റും. ആരെങ്കിലും മദറിൻ്റെ കണ്ണും എൻ്റെ കണ്ണും കൂടി കൂട്ടിപ്പൊട്ടി. മദർ എന്നോട് പറഞ്ഞു, ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. കാരണം മദർ അത്രയ്ക്കും ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും കുറേ കാര്യങ്ങളുണ്ട് മദറുമായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഞാൻ മദറിനെ ഇങ്ങനെ വായിച്ചു ചെയ്തിട്ടുള്ളൂ.
മദർ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും 5 ഫിംഗേഴ്സിന് മാത്യു ചാപ്റ്റർ 25:31 to 46 അല്ലേ, മദറിന് എപ്പോഴും മദറിൻ്റെ ഫിംഗർ ഇങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങൾ പറയുമായിരുന്നു, യു ഡിഡ് ഇറ്റ് ടു മീ. മതായുടെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, ഈ ചെറിയവരിൻ്റെ ആർക്കെങ്കിലും ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ചെയ്ത് അവസാന വിധിയിൽ പറയുന്നുണ്ടല്ലോ, അത് മദർ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. യു ഡിഡ് ഇറ്റ് ടു മീ. നമ്മുടെ 5 ഫിംഗേഴ്സിൽ യു ഡിഡ് ഇറ്റ് ടു മീ. അപ്പോൾ അതൊക്കെ മദർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുമായിരുന്നു. ഞങ്ങൾ വിളിക്കും, മദർ ഇൻസ്ട്രക്ഷൻ തരും. കാരണം മദറിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു ഞങ്ങളോട് അല്ലേ. പക്ഷെ കാരണം മദർ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കറിയാൻ പാടില്ലല്ലോ. അപ്പം മദർ ഞങ്ങൾക്ക് അത് പകർന്നു തരണം അല്ലേ. അപ്പം അങ്ങനെ മദർ ഞങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങളല്ലേ ഭാവിയിലെ, ആ സമയത്തൊക്കെ മദറിനറിയാം ഞങ്ങൾ ഭാവിയിലെ പിള്ളേരാണെന്ന്. അല്ലേ, ഇനി ഞങ്ങൾ പറയും ഇനി വരുന്നത് ഭാവിയിലെ പിള്ളേരാണ്. അതുപോലെ മദർ അതുകൊണ്ടാണ്. പിന്നെ അറിയാം. അതുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും മദറിനെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ നമ്മൾക്കറിയാലോ മദർ ജീവിക്കുന്നൊരു വിശുദ്ധയാണെന്ന്. അതെ അതെ അതെ. അപ്പം അല്ലേ, ആ സമയത്ത് ഞങ്ങൾ ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ട് ധ്യാനിക്കേണ്ട സമയമാണല്ലോ, മെഡിറ്റേഷൻ ചെയ്യേണ്ട സമയത്താണല്ലോ. പക്ഷെ ഞാൻ അതിന് പകരമായിട്ട് മദറിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കേണ്ടി. കാരണം മദർ ബൈബിൾ തുറക്കുമ്പോൾ മദറിൻ്റെ ആ മുഖം, കാരണം ഈശോ മദറിനോട് സംസാരിക്കുകയാണ്. മദറും ഈശോയുടെ ആ മുഖം കണ്ണും വേണ്ടല്ലോ, ആ ജ്വലിക്കുന്ന മുഖമൊക്കെ കാണാനായിട്ടൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. സത്യം പറഞ്ഞാൽ സിസ്റ്റർ, നമ്മൾ സാധാരണ ഒരു അച്ഛനോ അല്ലെങ്കിൽ സിസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്ഥാപകയായ വിശുദ്ധകളെയൊക്കെ നമ്മൾ ഇങ്ങനെ ബുക്കുകൾ വായിച്ചും ഫോട്ടോകൾ കണ്ടും മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷേ സിസ്റ്ററിനെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ ശരിക്കും ഒരു അല്ലേ, അതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം എന്നെ ഞാൻ അറിയാതെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക്. കാരണം ഞാൻ ഒരു പ്രാവശ്യവും മദറിനെ കണ്ടിട്ടില്ല. ഞാൻ മദറിനെ കണ്ടില്ല. ഞാൻ മദറിനെ കണ്ടിട്ടില്ലെന്നല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ സിസ്റ്റേഴ്സിനെ അറിയാൻ പാടില്ല. ഞാൻ എറണാകുളത്തേക്ക് വന്നിട്ടൊന്നുമില്ല. എനിക്കറിയാനും പാടില്ല മദർ തെരേസ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, എനിക്ക് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു സഭയിൽ ചേരണം. കാരണം എൻ്റെ അപ്പനായിരുന്നു എങ്ങനെ പാവങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കും, ഭക്ഷണമൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും അവർ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അതായിരുന്നു എൻ്റെ മാതൃക. അപ്പം ഞങ്ങളിങ്ങനെ കുറേ കമ്പാനിയൻസ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു വിശ്വാസമായിട്ട് ജീവിക്കുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ. അപ്പം എന്നും പള്ളിയിലൊക്കെ പോകും. അപ്പം എൻ്റെ ഒരു കമ്പാനിയൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഷ്ഠരോഗികളെ നോക്കുന്ന ഒരു മഠത്തിൽ പോയാൽ. അപ്പോൾ കമ്പാനിയനോട് പറഞ്ഞു, ഞാനൊരു മദർ തെരേസയുടെ കാര്യം കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെയായി മദർ തെരേസ. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ചു. ദൈവം അങ്ങനെ വന്നു, എറണാകുളത്ത് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇനി ഓക്കെ ശരി.